ഹായ്, ഇന്ന് നമുക്ക് അല്പം തന്തൂരി ചിക്കൻ തയ്യാറാക്കാം. അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഏകദേശം 1.5 കിലോയുടെ ഒരു കോഴിയാണ് വാങ്ങിക്കുന്നത്. ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തിയും കൂടെ കൊടുക്കാം. ഉപ്പും എരിവൊക്കെ ഉള്ളിലോട്ട് പിടിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാമേ. കുറച്ച് ഇഞ്ചി, ഒരു പിടി ചെറിയുള്ളി, ഒരു 3 പച്ചമുളക്, 5-6 വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ്. ഒരു തക്കാളി, പാതി സവാള, കുറച്ച് കരിവേപ്പില. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഗരം മസാലയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടും എടുത്തിട്ടുണ്ട്. വലിയ ജീരകം, മല്ലിയില, ഒരു മാഗിയുടെ ക്യൂബ്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തുകൊണ്ട് വന്ന ഈ കൂട്ട് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് പകർന്നെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, തൈര്, കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മരുന്ന് ചിക്കനിൽ ഈ മസാലയെല്ലാം ഫുള്ള് തേച്ച് കൊടുക്കുക. ഈ വരഞ്ഞ ഭാഗത്തും അതിൻ്റെ ഇടഭാഗത്തും ഹോളിലും അവിടെ ഇവിടെ എല്ലാം നമുക്ക് നന്നായിട്ട് തേച്ച് ഫുള്ള് ആക്കിയെടുക്കാം. അങ്ങനെ ഉടനെ ചട്ടിക്കകത്ത് കയറാമെന്ന് വിചാരിക്കേണ്ട, കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കുക. ഒരു ദിവസം ഫുള്ള് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെടുത്ത് നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ഇത്രയും വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് സ്റ്റവിലോട്ട് വെച്ച് ഒരു 2 വിസിലടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പനി പിടിച്ചിരിക്കുക ആയതുകൊണ്ട് സൗണ്ടൊക്കെ മാറിയിരിക്കുക. ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി 5-6 മിനിറ്റ് ചെറിയ തീയിൽ ഒരു സൈഡ് വേവിച്ചെടുക്കാം. അതിനുശേഷം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാമേ. ഇടയ്ക്കൊന്ന് അടച്ചു വെക്കുകയും ചെയ്യണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത സാധനമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് മൂക്കാനും ഒരു കളർഫുള്ളാകാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഞാനൊരു 10 മിനിറ്റോളം അതിനകത്തിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താണ്. ഇത് 2 സൈഡും മൂത്ത് വന്ന് നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാമേ. ഇനി ഈ പാനിനകത്തോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ ഗ്രേവി അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ മുമ്പ് വറുത്തെടുത്ത് മാറ്റി വെച്ച ചിക്കനില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം വീണ്ടും തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മസാല ആകാത്ത ഭാഗത്തെല്ലാം മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് അടച്ചും തുറന്നും വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള തന്തൂരി ചിക്കൻ തയ്യാറായി. മയോണൈസ് ഇല്ലാതെ എന്താ ആഘോഷം. അതിനായിട്ട് ഒരു പുഴുങ്ങിയ കോഴിമുട്ട, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി, കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയല്ല എണ്ണ, മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം പാതി അരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂണ് പാലും കൂടെ ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ഉള്ളി അരിഞ്ഞത്, കുറച്ച് കാബേജ് അരിഞ്ഞത്, ഒരു 1/2 സ്പൂൺ നാരങ്ങാ നീര്, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ജെരടി എടുത്താൽ നമ്മുടെ സാലഡ് റെഡി. ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്ത് വല്ലപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവരെ കൂടി ഒന്ന് സന്തോഷിപ്പിക്കാം. ഞാൻ തയ്യാറാക്കിയതുകൊണ്ട് പറയുകയല്ല, സൂപ്പർ ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മയോണൈസും തന്തൂരി ചിക്കനും സാലഡും റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.